റഹൂഫ് പറയുന്ന വ്യക്തി ഇപ്പോ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞല്ലോ വീഡിയോ. ഫസ്റ്റ് അയാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 3 വീക്കൊക്കെ ആയിട്ടുണ്ടാവും. അയാളെ വിളിച്ചിട്ട് പ്രപ്പോസും കൊണ്ടാണ് വന്നത്. അപ്പൊ കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണ് അയാൾക്ക് 3 മക്കളുണ്ട്. അപ്പൊ ഭാര്യ കൂടെ ഇല്ല. അയാളപ്പോ സൗദി അറേബ്യയിലാണ് അയാളുടെ വർക്ക് കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ അയാള് വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ എന്നെ പ്രപ്പോസ് ചെയ്തു. എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പ്രപ്പോസ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ സംസാരിക്കട്ടെ, പിന്നെ ഞാൻ എൻ്റെ മാമാനോട്, മെയിനായിട്ട് എൻ്റെ മാമയാണ് അതിന് കാര്യങ്ങൾ തീരുമാനിക്കുക, അപ്പം ഞാൻ മാമാനോടൊന്ന് പറയട്ടെ എന്ന് ഇയാളോട് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇയാള് അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇയാള് പിറ്റത്തെ പ്രാവശ്യം ഇടുന്നത് എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് ക്യാഷാണ് ഇട്ടിരുന്നത്. ഇത് അക്കൗണ്ടിൽ ഇരിക്കട്ടെ അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഇട്ടു തന്നു. എപ്പോഴെങ്കിലും കാശ് ചോദിച്ചിട്ടില്ല? ഇല്ല, ഞാൻ ഒരിക്കലും അയാളോട് കാശ് ചോദിച്ചിട്ടില്ല. അയാളായിട്ട് ഇട്ടതാണ്. അങ്ങനെ ആ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇയാൾ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ലൊരു ബന്ധമായിരിക്കും, ചിലപ്പോൾ കുഴപ്പമില്ലാത്ത ബന്ധമായിരിക്കും പറഞ്ഞിട്ട് ഞാൻ എന്താ പറയാ അക്സെപ്റ്റ് ചെയ്തു. ശരി, കല്യാണം കഴിക്കാൻ നിങ്ങൾ നാട്ടിൽ വരിക എന്നതിന് ശേഷം. അപ്പൊ ഇയാൾ പറഞ്ഞു, എന്നാ നാട്ടിൽ വന്നാൽ എനിക്ക് അധികം ലീവ് ഉണ്ടാവില്ല, അപ്പൊ മെഹർ മേടിക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് നീ എന്നെ സെലക്ട് ചെയ്ത് ഗോൾഡ് മേടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇയാളെ ക്യാഷ് ഇട്ടു. ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് കോഴിക്കോട് വയനാട് അങ്ങനെ ഒരു സംഭവത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവനും ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കൂടിയിട്ടാണ് പോയത്. അപ്പൊ അവിടെ ഇയാള് ഡെയിലി ഇയാൾ എനിക്ക് അല്ലെങ്കിലേ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോ ഷൂട്ടിന്റെ ടൈം ആയപ്പോ ഇവനാണ് എന്റെ കോൾസ് എടുത്തത്. അപ്പൊ ഇവൻ ആണുങ്ങളുടെ സ്വാഭാവികമായിട്ട് സൗണ്ട് കേട്ടപ്പോ ഷാജി എവിടെ ചോദിച്ചപ്പോ ഷാജി ഇല്ല, അവള് ഷൂട്ടിലാണ്, കുറച്ച് ടൈം ആവും എന്നൊക്കെ പറഞ്ഞപ്പോ ഇവനോട് നീ ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ചൂടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കോൾ എടുത്ത് സംസാരിച്ചപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ഭയങ്കര റൂഡായിട്ട് സംസാരിച്ചു. വയനാട്ടിൽ ആരുടെ കൂടെ കറങ്ങാൻ പോയിരിക്കണം അങ്ങനെ ഇങ്ങനെ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ മോശമായിട്ട് സംസാരിച്ചു. അപ്പൊ എനിക്ക് ദേഷ്യം വന്നിട്ട് ഫോൺ കട്ടാക്കിയിട്ട് പിന്നെ ഇയാൾ വിളിച്ചുകൊണ്ടേയിരിക്കണം. ഇയാൾ വന്നാൽ നമ്മൾക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റാത്ത നെറ്റ് നമ്പർ എന്നാണ് ഇയാൾ കോൾ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നിട്ട് ആ ടൈമിൽ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റില്ല, ഞാൻ ഇപ്പൊ വന്ന ഇവനായിട്ടാണ് കല്യാണം വെറുതെ ഒരു ടോക്ക്, ഞാൻ ഇവനെയാണ് കല്യാണം കഴിക്കാൻ പോണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അയാളുടെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ നിർത്തി. പക്ഷെ അയാൾ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അയാൾ പിന്നെയും കുറേ വോയിസ് മെസ്സേജും കാര്യങ്ങളും കോള് വിളിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു സംഭവം അങ്ങനെയാണ്. ഈ റൌഫിന്റെ കാര്യം അങ്ങനെയാണ്.